ഹായ്, ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ച് വളരെ തിരക്കുള്ള സമയമാണ്. കാരണം എക്സാമിൽ റിസൾട്ട് വരുന്നു, നോട്ടിഫിക്കേഷൻസ് വരുന്നു, ഇന്റർവ്യൂസ് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഈ മാസം തന്നെ ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്നു. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IDBI, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ഒരു ഷെഡ്യൂൾഡ് ബാങ്കാണ്. IDBIയുടെ ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ എന്ന പോസ്റ്റിനെ കുറിച്ചുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് അടക്കാം. IDBI ആണ് നോട്ടിഫിക്കേഷൻ തന്നിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ എന്ന പോസ്റ്റിലേക്കാണ്. നമുക്ക് അതിൻ്റെ ബ്രീഫ് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. കണ്ടക്ടിംഗ് ബോഡി IDBI തന്നെയാണ്. IDBI നേരിട്ട് തന്നെയാണ് എക്സാം നടത്തുന്നത്. പിന്നെ നമ്മുടെ പോസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ നമ്പർ ഓഫ് വേക്കൻസി ഇതുവരെ 600 വേക്കൻസീസ് ആണ് പാൻ ഇന്ത്യ ലെവലിൽ ഓൾറെഡി നമുക്ക് അനൗൺസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആപ്ലിക്കേഷൻ മോഡ് ഓൺലൈനാണ്, എക്സാം ഓൺലൈനാണ്. ഒരു സെലക്ഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ഓൺലൈൻ ടെസ്റ്റ്, ഒറ്റ ടെസ്റ്റേ ഉള്ളൂ. അതിനുശേഷമുള്ള ഇൻ്റർവ്യൂ ബേസ്ഡ് ആയിട്ടായിരിക്കും നിങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നത്. പിന്നെ ഏജ് ലിമിറ്റ് നമ്മൾ ഓൾറെഡി ഈ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുമെങ്കിൽ തന്നെ നമ്മൾ ഇതിൽ പറഞ്ഞേക്കുന്നത് ഏജ് ലിമിറ്റ് 20 മുതൽ 25 വയസ്സ് വരെയാണ്. 20 മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. പിന്നെ സാലറി അപ്രോക്സിമേറ്റ്ലി 6 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും. കാരണം നമ്മൾ അലോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റ് ആവുന്ന സിറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ സാലറിയിൽ വേരിയേഷൻസ് ഉണ്ടാവും. എങ്കിലും നമ്മുടെ ആനുവൽ സാലറി 6 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും ആ ഡേറ്റ് കൃത്യമായിട്ട് നോക്കിയേ. നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നത് നവംബർ 20 അപ്ലൈ ചെയ്ത് തുടങ്ങേണ്ട ഡേറ്റ് നവംബർ 21 മുതലാണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 2024 നവംബർ 30 അവസാന ദിവസം ആപ്ലിക്കേഷൻ്റെ. ഇപ്പം ആദ്യം നമ്മൾ നോക്കണം, നവംബർ 30 നമ്മുടെ ആപ്ലിക്കേഷൻ ഡേറ്റ് കഴിയുന്നു. പിന്നെ എക്സാം ഡേറ്റ് നമ്മൾ നോക്കി, ഒന്നെങ്കിൽ ഡിസംബർ അവസാനം അല്ലെങ്കിൽ ജനുവരി ആദ്യമായിട്ട് നമുക്ക് എക്സാമും നടക്കും. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ കഴിഞ്ഞ TMBയുടെ നോട്ടിഫിക്കേഷൻ പോലെ തന്നെ എന്താണ്, നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 3 മാസത്തിനുള്ളിൽ തന്നെ ഒരു ബാങ്ക് ജോലി കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. വളരെ മികച്ച സാലറിയാണ്. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് വീണ്ടും പരിശോധിക്കാം. വേക്കൻസീസ് വന്നേക്കുന്നത് നമുക്ക് സ്റ്റേറ്റ് വൈഡ് ആയിട്ടല്ല പറഞ്ഞേക്കുന്നത്, സോണൽ ഓരോ സോണുകളാണ്. ആ സോണുകളിൽ കുറച്ച് സ്റ്റേറ്റ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാത്രം. അപ്പോൾ നമുക്ക് സോൺസ് നോക്കാം. അഹമ്മദാബാദിലാണെങ്കിൽ നമുക്ക് ദദ്ര നഗർ ഹവേലി ഉണ്ട്, ദാമൻ ദിയു ഉണ്ട്, ഗുജറാത്ത് ഉണ്ട്. ബംഗളൂരു ആണെങ്കിൽ കർണാടക സ്റ്റേറ്റ് വരുന്നുണ്ട്. ചണ്ഡീഗഡിനാണെങ്കിൽ പഞ്ചാബ്, ചണ്ഡീഗഡ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, ലഡാക്ക് ഇതെല്ലാം ആ സോണിൽ വരുന്നുണ്ട്. നമ്മുടെ സോൺ എന്ന് പറയുന്നത് കൊച്ചിയാണ്. കേരളം എന്നുള്ള സ്റ്റേറ്റ് വരുന്നത് കൊച്ചി സോണിൻ്റെ അണ്ടറിലാണ്. നമുക്ക് ടോട്ടൽ വേക്കൻസി നമ്മൾ ഓൾറെഡി പറഞ്ഞു 600 കേരളത്തിൽ അലോട്ട് ചെയ്തിരിക്കുന്നത് എന്താണ് 30 വേക്കൻസിയാണ്. അതിൽ തന്നെ നമുക്ക് അൺറിസർവ്ഡ് കാറ്റഗറിക്ക് 13, SCക്ക് 4, STക്ക് 2, OBCക്ക് 8, EWS അല്ലെങ്കിൽ എക്കണോമിക്കൽ വീക്കർ സെക്ഷന് വേണ്ടി 3. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ PWBD പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റിക്ക് വേണ്ടി വീണ്ടും വേക്കൻസീസ് മാറ്റി വെച്ചിട്ടുണ്ട്. അൺറിസർവ്ഡ് കാറ്റഗറിക്ക് നമുക്ക് 13 വേക്കൻസിയാണ് കേരളത്തിൽ പറഞ്ഞേക്കുന്നത്. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ലാംഗ്വേജ്, ഇവിടെയും ആ ഒരു പ്രൊവിഷൻ പറയുന്നുണ്ട്. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ലാംഗ്വേജ് ഓരോ സോണിനും ഓരോ ലാംഗ്വേജ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അറിയാമല്ലോ, നമ്മുടെ കൊച്ചി ആകുമ്പോൾ തീർച്ചയായിട്ടും, കേരളമാകുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് മലയാളം തന്നെ ആയിരിക്കും. അപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നവരെ സംബന്ധിച്ച് മലയാളം അറിഞ്ഞിരിക്കണം. അപ്പോൾ മലയാളത്തിൽ റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗിൽ പ്രൊഫഷൻ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. അതർവൈസ് നമുക്ക് എന്താണ്, നമ്മൾ 10th അല്ലെങ്കിൽ +2 സർട്ടിഫിക്കറ്റിൽ നമ്മൾ ഇതൊരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം എന്ന് നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ബാങ്ക് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഏത് സോണിലാണോ അപ്ലൈ ചെയ്തിരിക്കുന്നത്, നമ്മളെ പോസ്റ്റ് ആക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ പോസ്റ്റ് ചെയ്യുന്നത് ആ സോണിൽ ഉൾപ്പെടുന്ന സ്റ്റേറ്റ്സിലായിരിക്കും. അപ്പോൾ നോക്കിയേ, എ കാൻഡിഡേറ്റ് ഷാൾ ബി ലയബിൾ ടു ബി പോസ്റ്റഡ് ഇൻ എനി സ്റ്റേറ്റ് അതോ സ്റ്റേറ്റ്സ് ഇൻ ദ അപ്ലൈഡ് സോൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സെലക്ഷൻ പ്രോസസ്സിന് അല്ലെങ്കിൽ ഈ ഹയറിംഗ് പ്രോസസ്സിൻ്റെ ഏത് ഏരിയയിൽ അല്ലെങ്കിൽ ഏത് സമയത്തും എന്താണ് ഈ വേക്കൻസീസ് കുറയ്ക്കാനും കൂട്ടാനുമുള്ള അധികാരം ബാങ്കിനുണ്ട്. പൂർണ്ണമായിട്ടും ബാങ്കിന് മാത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ക്രൈറ്റീരിയാസ് നോക്കാം. അപ്പോൾ അതിൽ ഏജ് പറഞ്ഞിരിക്കുന്നത് മിനിമം ഏജ് 20 മാക്സിമം ഏജ് 25 ഡേറ്റ് കൃത്യമായിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നമ്മുടെ ജേർണലിസ്റ്റ് പോസ്റ്റായ ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്ക് നമുക്ക് ഏത് ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഇൻ എനി ഡിസിപ്ലിൻ എന്നാണ് പറയുന്നത്, ഡിഗ്രി ഫ്രം എനി ഡിസിപ്ലിൻ. ഇപ്പോൾ ഏത് ഫീൽഡ് ഓഫ് സ്റ്റഡി പഠിച്ചവർക്ക് നമുക്ക് ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ഡിഗ്രി ഹോൾഡർ ആണെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ നമ്മുടെ സ്പെഷ്യലിസ്റ്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ അല്ലെങ്കിൽ ആനിമൽ ഹസ്ബൻഡറി, ഫിഷറി സയൻസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എന്നുള്ള കൃത്യമായിട്ട് ആ കോഴ്സിൽ തന്നെ നമ്മൾ സർട്ടിഫൈഡ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഓഫീസർ എന്നുള്ള തസ്തികയിലേക്കാണ് നിങ്ങൾ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഫീൽഡിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടായിരിക്കണം. പിന്നെ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് പറഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ,
നമുക്ക് സാധാരണഗതിയിൽ അങ്ങനെ സാധാരണ മെയിൻ സ്ട്രീം ബാങ്ക് എക്സാമുകളിലൊക്കെ എന്താണ് നമുക്ക് അങ്ങനെ പെർസെൻറ്റേജ് ഒരു ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിലൊക്കെ എന്താണ് കൃത്യമായിട്ട് പെർസെൻറ്റേജ് പറയുന്നു. ഇവിടെ ഡിഗ്രിക്ക് നമുക്ക് സാധാരണ പറയുന്ന ഇപ്പം നമ്മുടെ RBIയുടെ ഗ്രേഡ് ബിക്കാണ് പെർസെൻറ്റേജ് ചോദിക്കുന്നത് ഡിഗ്രിക്ക്. ഇവിടെ പറഞ്ഞേക്കുന്ന ഡിഗ്രിക്ക് നമ്മൾ 60% മാർക്ക് ഹോൾഡർ ആയിരിക്കണം. ആരൊക്കെയാണെങ്കിൽ ജനറൽ അല്ലെങ്കിൽ EVS അല്ലെങ്കിൽ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ 60% മാർക്ക് ഉണ്ടായിരിക്കുന്ന ആൾക്കാരായിരിക്കണം. അതുപോലെ തന്നെ SC ST PWBD കാൻഡിഡേറ്റ്സിന് എന്താണ് 55% മതി. അപ്പോഴും പറഞ്ഞിരിക്കുന്നു 60 എന്ന് പറഞ്ഞാൽ 59.99 60 ആയിട്ട് അംഗീകരിക്കില്ല. അതുപോലെ 54.99 55 ആയിട്ട് അംഗീകരിക്കില്ല. കൃത്യമായിട്ട് 60 തന്നെ വേണം അല്ലെങ്കിൽ 55 തന്നെ വേണമെന്ന് നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കമ്പ്യൂട്ടർ ലിറ്ററസി നമുക്ക് തീർച്ചയായിട്ടും ബേസിക് കമ്പ്യൂട്ടർ ലിറ്ററേറ്റ് ആയിരിക്കണം ഈ കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ സെലക്ഷൻ പ്രോസസ്സ് ഒരു ഓൺലൈൻ ടെസ്റ്റും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻ്റർവ്യൂ ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഓൺലൈൻ ടെസ്റ്റ് നമ്മുടെ ഒരു മെയിൻസ് ലെവൽ പരീക്ഷ പോലെ തന്നെയുള്ള ഒരു പാറ്റേൺ ആണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് 4 സബ്ജക്റ്റ് വരുന്നുണ്ട്. ലോജിക്കൽ റീസണിങ് ആൻഡ് ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. അതിൽ നമുക്ക് എന്താണ് 60 ചോദ്യങ്ങൾ, 60 മാർക്കാണ് മാക്സിമം. ടൈം അലോക്കേറ്റ് ചെയ്യുന്നത് 40 മിനിറ്റ് ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്ന് 40 ചോദ്യങ്ങൾ, 40 മാർക്ക്. ടൈം അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് 20 മിനിറ്റ് ആണ്. അതുപോലെ ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിൽ 40 ചോദ്യം, 40 മാർക്ക്, 35 മിനിറ്റ് ആണ് ടൈം നൽകുന്നത്. നമുക്ക് ജനറൽ അവയർനെസ്, എക്കണോമി, പിന്നെ അതുപോലെ ബാങ്കിങ് അവയർനെസ്, കമ്പ്യൂട്ടർ IT എല്ലാം ഉൾപ്പെടെ 60 ചോദ്യങ്ങൾ, 60 മാർക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ടൈം 25 മിനിറ്റ് ആണ്. അപ്പോൾ ടോട്ടൽ നമുക്ക് വന്നിരിക്കുന്നത് എന്താണ് നമുക്ക് 200 ചോദ്യങ്ങളും 200 മാർക്കുമാണ് നമ്മുടെ ഈ പരീക്ഷയുടെ അടിസ്ഥാനം ഓൺലൈൻ ബേസിൻ്റെ. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ അഡീഷണൽ സെഷൻ ഫോർ ഇപ്പോൾ AIക്ക് നമുക്കൊരു അഡീഷണൽ സെഷൻ ഉണ്ട്. അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സിനെ സംബന്ധിച്ച് ഒരു അഡീഷണൽ അവരുടെ പ്രൊഫഷണൽ നോളജുമായിട്ട് ബന്ധപ്പെട്ട അഗ്രികൾച്ചർ നോളജുമായിട്ട് ബന്ധപ്പെട്ടൊരു അഡീഷണൽ പരീക്ഷയുണ്ട്. അത് അവരുടെ സബ്ജക്റ്റ് റിലേറ്റഡ് തന്നെ ആയിരിക്കും. അത് 60 ചോദ്യങ്ങൾ, 60 മാർക്ക്, 45 മിനിറ്റ് ആണ്. പിന്നെ എല്ലാ ബാങ്ക് എക്സാമിനെ പോലെ തന്നെ നമ്മുടെ എക്സാം നമുക്ക് ഒരു ചോദ്യത്തിന് 1 മാർക്കാണ്. അതുകൊണ്ട് തെറ്റുത്തരത്തിന് പെനാൽറ്റി ആയിട്ട് പോകുന്നത് നമുക്ക് 1/4 മാർക്ക് അല്ലെങ്കിൽ 0.25 മാർക്ക് തന്നെ ആയിരിക്കും. ഇതിന് ശേഷമാണ് നമ്മുടെ ഇൻ്റർവ്യൂ വരുന്നത്. ഈ ഓൺലൈൻ എക്സാം വഴി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെയാണ് നമുക്ക് ഇൻ്റർവ്യൂ വേണ്ടി സെലക്ട് ചെയ്യുന്നത്. പിന്നീട് നമ്മുടെ കാറ്റഗറിയിൽ നമുക്ക് ഏജ് റിലാക്സേഷൻ പറഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ നമുക്ക് 20 to 25 ജനറൽ കാറ്റഗറി അപ്ലൈ ചെയ്യേണ്ടെങ്കിൽ തന്നെ നമുക്ക് SC STക്ക് 5 വർഷം റിലാക്സേഷനും OBCക്ക് 3 വർഷവും പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റിക്ക് 10 വർഷവും പിന്നെ എന്താണ് എക്സ് സർവീസ്മാൻ 5 വർഷം. അവരുടെ ക്രൈറ്റീരിയ നമുക്കറിയാം, അത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതുപോലെ പേഴ്സൺ അഫക്റ്റഡ് 1984 റൈറ്റ്സ്, നമുക്ക് സ്വർണ്ണക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട റൈറ്റ് ഒക്കെ അറിയാം. അപ്പോൾ അതിൽ അഫക്റ്റ് ചെയ്ത പേഴ്സണെ സംബന്ധിച്ച് അവർക്ക് 5 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്. പിന്നീട് നമ്മുടെ പേയ്മെൻ്റ് ആണ്. SC ST PWBDക്ക് 280 രൂപയാണ് പേയ്മെൻറ്റ്. ഫോർ ആൾ അതർ കാറ്റഗറീസ് നമുക്ക് 1050 രൂപയാണ് നമ്മുടെ പേയ്മെൻറ്റ് വരുന്നത്. ഇത്രയുമാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ്. ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ബാങ്ക് കരിയർ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചൊരു മികച്ച സമയമാണ്. ഓരോ ബാങ്കും ഇൻഡിവിജ്വൽ റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അപ്ലൈ ചെയ്താൽ മാത്രം പോലെ കൃത്യമായിട്ട് പരിശീലിക്കണം. അതിന് IBSന് അപ്പുറത്തേക്ക് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇപ്പോഴില്ല. കാരണം നമുക്ക് ഇവിടെ പരിശോധിച്ചാൽ അറിയാം, ഓരോ പരീക്ഷകളുടെയും പ്രിലിംസ് മെയിൻസ് റിസൾട്ടിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ IBSൻ്റെ പെർസെൻറ്റേജ് നോക്കിയാൽ നമുക്കറിയാം എത്രത്തോളം വിജയ ശതമാനത്തിൽ നിൽക്കുകയാണ് IBS എന്നുള്ളത്. ഡിസംബർ 4 മുതൽ നമ്മുടെ പുതിയ ഓഫ്ലൈൻ ബാച്ച് തുടങ്ങിയാണ്. സ്വപ്നതുല്യമായ കരിയർ സ്വന്തമാക്കാൻ നിങ്ങളും IBSൻ്റെ ഭാഗമാകും.